ചെയ്യും. ദൈവനാമത്തിന് മഹത്വം. ദൈവത്തിന്റെ മഹാദയയും കരുണയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിങ്ങനെ ഒരുമിച്ച് ദൈവസന്നിധി ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശേഷ ദൈവദാസന കുടുംബത്തിന് എല്ലാ ദൈവമക്കൾക്കും കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ സഹായവും കൊണ്ട് ഞങ്ങൾ ദൈവകൃപയാൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്കെല്ലാം പലവിധത്തിലുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികത്തിന്റെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. പല വിധത്തിനകത്തുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നെങ്കിലും അതിന്റെ മധ്യത്തിലും യേശുക്രിസ്തുവിൽ ദൈവം നമ്മെ ജയോത്സവമായിട്ട് നടത്തുന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം നമുക്ക് ജയമുള്ളത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലല്ലാതെ നമുക്കൊരു ജയമില്ല. ബാക്കിയുള്ള ജയങ്ങൾ, ഇന്ന് ലോകത്ത് കാണുന്ന ജയങ്ങളൊന്നും ജയമല്ല എന്ന് നമുക്കറിയാം. ഇന്ന് പലരും ജയിച്ചെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് ജയമൊന്നുമല്ല. ഒരു പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും അതൊരു വിജയമൊന്നുമല്ല. അത് ലോകത്തിനത് വിജയമാണെങ്കിലും ആ വിജയം ശാശ്വതമല്ലാത്തത് കൊണ്ട് നാം ഒരിക്കലും അതിനെ ഒരു ആത്യന്തിക വിജയമായിട്ട് കാണുന്നില്ല. ആത്യന്തികമായിട്ടുള്ള ഒരു വിജയം നമ്മൾ കണ്ടത് ക്രൂശിലാണ്. ആ വിജയം അത് നിത്യമായ ഒരു വിജയമായിരുന്നു. ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുപോലെ ക്രിസ്തുവിലുള്ള വിജയത്തെ നമ്മുടെ ജീവിതത്തിന്റെ ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവാസം പറഞ്ഞു നമ്മളും ആഘോഷിക്കുന്നവരാണ്, നമ്മൾ ആഘോഷിക്കേണ്ടുന്നവരാണ്. നമ്മൾ ആഘോഷിക്കേണ്ടത് ഇന്നത്തെ ഈ ലോകത്തിലെ പല ആഘോഷങ്ങളല്ല നമ്മുടെ ആഘോഷം. നമ്മുടെ ആഘോഷം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തെ സ്വച്ഛതയിൽ, ദൈവികമായിരിക്കുന്ന വിശുദ്ധിയിൽ, ആ നിർമ്മലതയിൽ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ആഘോഷം. അത് നാം നിരന്തരമായിട്ട് ആഘോഷിക്കണം. അതിനടിസ്ഥാന കാര്യം യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തെടുത്ത ആ രക്ഷണ്യ പ്രവൃത്തിയാണ്. അപ്പൊ അത് നമ്മുടെ ശ്രദ്ധയോടെ നമ്മൾ അതിൽ കേന്ദ്രീകൃതമായിരിക്കണം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവിദാസി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ മധ്യസ്ഥതയെ കുറിച്ച് പറയാനായിട്ട് വന്നു. പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പൊ നമുക്ക് പക്ഷപാതം ചെയ്യുന്നത് എന്താണെന്നുള്ളതിന്റെ ഒരു പിക്ചർ നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും അതെന്താ കർത്താവോട് പക്ഷപാതം ചെയ്യുന്നത് അതറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതുപോലെയൊക്കെ പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അങ്ങനെ പക്ഷപാതം ചെയ്യുന്നത് എന്തായിരിക്കും എന്ന് അറിയണമെങ്കിൽ കർത്താവ് ഭൂമിയിൽ വെച്ചതിന് എങ്ങനെയാ പക്ഷപാതം ചെയ്തിരുന്നത് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്കത് യോഹന്നാന്റെ സുവിശേഷത്തിനകത്തെ കർത്താവിന്റെ പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന പ്രാർത്ഥന നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. നമ്മൾ ഇതിനു മുമ്പ് അത് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്കതൊന്നും കൂടെ ആ ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിന്റെ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയിൽ പല കാര്യങ്ങളുണ്ട്. സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, അപേക്ഷയുണ്ട്, മധ്യസ്ഥതയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. അതിൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒറ്റ കാര്യം വരാറുണ്ട്. അപേക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയുക, ചടപടയെന്ന് നമ്മൾ എഴുന്നേറ്റങ്ങ് പോവുക. അതാണ് നമ്മുടെ പ്രാർത്ഥനയിലെ സാധാരണ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം നമുക്ക് നേരമില്ല, പിന്നെ കർത്താവിന് നേരമുള്ളതുകൊണ്ട് കർത്താവ് ഇവിടെ ഇരിക്കുന്നു, നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോവുക. അങ്ങനെയാണ് നമ്മുടെ പതിവ്. അപ്പം അങ്ങനെ നമ്മുടെ അപേക്ഷകൾ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധയോടെ ചിന്തിച്ച് അതൊരു കോൺവെർസേഷനാണ്. ശരിക്കും പിതാവും പുത്രനും കൂടെ സംസാരിക്കുന്ന ഒരു സംസാര ശൈലി നമുക്ക് ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് കഴിക്കും. ആ പ്രാർത്ഥനയിൽ ചില ഉപദേശങ്ങൾ പോലും കർത്താവ് പറയുന്നു. അപ്പം എനിക്ക് വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ കർത്താവ് അപേക്ഷിച്ച അപേക്ഷകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് നമുക്കത് വായിക്കാം. അതിന്റെ എല്ലാം വായിക്കേണ്ട കാര്യമില്ല. ഞാനത് അതിനകത്ത് 1-2 വാക്യങ്ങൾ വായിക്കാം. അതിന്റെ 23-ാം വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും 19-23 വായിച്ചു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന്
ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നീ 20. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. വായിക്കട്ടോ? 23. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. നോക്കിയേ, കർത്താവിന്റെ പ്രാർത്ഥനകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ കാണുന്നത് നമ്മളൊരു ഭൗമിക ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് നിത്യജീവന്റെ പ്രകാശത്തിലാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് അതിനെക്കുറിച്ചൊരു സൂചന തന്നുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ കോൺവെർസേഷൻ നമുക്കത് കാണാനായിട്ട് സാധിക്കും. നോക്കി അതിന്റെ 3-ാം വാക്യം, 1:3. ഏകസത്യദേവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് നിത്യജീവന്റെ പ്രകാശത്തിലാണ് കർത്താവ് ഒരു പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ നിത്യജീവൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. അപ്പൊ നിത്യജീവനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ അപേക്ഷിച്ചിട്ട് പൊടിയും തട്ടി പോകുന്നതിന് കാരണം നമ്മൾ നിത്യജീവന്റെ പ്രകാശത്തിലല്ല ഈ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചത് മുഴുവനും നമുക്ക് വളരെ തിരക്കായ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു പോകണം, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകരുത്. അതിനിപ്പോ നമുക്കറിയാമല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കർത്താവെ എല്ലാം ഏൽപ്പിച്ച് കർത്താവെ സ്വോത്രമൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. കാരണം തിരിച്ചു വരുമ്പോൾ വീടിന് മര്യാദയ്ക്ക് ഇരിക്കണം, നമ്മുടെ യാത്ര മര്യാദയ്ക്ക് ഇരിക്കണം, കാര്യങ്ങളെല്ലാം നടന്നിച്ച് നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചെത്തണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുന്നത് ഒരു ദൈവവുമായിട്ടുള്ള ഒരു സനാതനമായ ബന്ധം, ആ ബന്ധത്തിൽ ഒരു വ്യക്തി വളരുന്നതും ആ വ്യക്തി ആ ബന്ധത്തിൽ തുടരുന്നതിനും ആ ബന്ധത്തിൽ ദൈവം എന്തുകൊണ്ടാണ് ആ ബന്ധം ആ വ്യക്തിക്ക് ആവശ്യം, അതിനനുസൃതമായിട്ട് ഉണ്ടാകേണ്ട വ്യത്യാസവും മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയിൽ ഒരു വാക്കിന് പോലും പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ആ വാക്ക് ഞാൻ എന്തിനാണ് നമുക്ക് ചിലപ്പം ചോദിക്കത്തില്ലേ, നമ്മൾ ചിലപ്പം ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു, അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല നമുക്കിത് വേണമെന്ന്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ ഒരു നല്ലൊരു ജോലി കിട്ടണമെന്ന്. നല്ലൊരു ജോലി എനിക്ക് കിട്ടി, പക്ഷെ ആ ജോലിക്ക് അനുസരിച്ച് ഞാനല്ലെങ്കിലോ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യം. ജോലി നല്ലതാ, പക്ഷെ ഞാൻ അതിന് പറ്റിയ ഒരാളല്ലെങ്കിൽ ജോലി നല്ലതായതുകൊണ്ട് കാര്യമില്ല. അതിനനുസരിച്ച് ഞാനും കൂടെ ആകാതെ കാര്യങ്ങൾ നടക്കും. ഇപ്പം എല്ലാവരും നമുക്കറിയാലോ, ഇപ്പൊ കല്യാണ വിഷയത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പാറ്റബിൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പല കർത്താവേ സുന്ദരനും സുശീലയും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് 100 ചിന്തകൾ നമ്മുടെ മനസ്സിലാകത്തുണ്ട്. പറഞ്ഞില്ലേലും അത് പറയാതെ പറഞ്ഞൊക്കെ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കും, അത് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു കിട്ടണം. കർത്താവേ നീ എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ അറിയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിനറിയാം. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിച്ചത്. അതൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ അന്നേരം ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര സുന്ദരനെ കിട്ടിയാലും സുന്ദരിയെ കിട്ടിയാലും എത്ര പഠിത്തമുള്ളവരെ കിട്ടിയാലും ഇതെല്ലാം കിട്ടിയാലും നമുക്ക് സംതൃപ്തിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വഴിക്കൊന്നും നമ്മളായിട്ടില്ല. നമ്മൾ നമ്മളാകാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് ദൈവം നമ്മളിൽ നിന്ന് ആത്യന്തികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ലോക സുവിശേഷീകരണം തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പൊ ഞാനിവിടെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വരാവുന്ന ഒരു കാര്യം, കർത്താവിന്റെ സഭയിലൊന്നും ആൾക്കാർ വരുന്നില്ലല്ലോ, നാട്ടുകാരൊക്കെ ചോദിച്ചാൽ എന്നെ പറയണ്ട, കർത്താവേ സഭയിൽ ആൾക്കാരെ കൊണ്ട് നിറയ്ക്കണം. എന്തിനാ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ സഭയിൽ ആള് വരാനാണോ പ്രാർത്ഥിക്കുന്നത്? ജനം വിടിവിക്കപ്പെടാനല്ലേ പ്രാർത്ഥിക്കുന്നത്? ജനം വിടിവിക്കപ്പെടുമ്പം അത് സഭയിൽ അവർ വരികയല്ലേ ചെയ്യും, അവർ സഭയുടെ ഭാഗമാക്കാകുകയല്ലേ ചെയ്യും. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുന്ന എൻ്റെ മനോഭാവത്തിനകത്ത് എന്തെല്ലാം ദുഷ്ടതകൾ ഉണ്ടാകാമെന്നറിയാം. പ്രാർത്ഥിക്കുന്ന വിഷയം കേട്ടാൽ അതിനകത്ത് ഒരു കുഴപ്പവും തോന്നത്തില്ല. പക്ഷെ അത് ശ്രദ്ധയോടൊന്ന് ഇരുന്നാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ പല പ്രാർത്ഥനകളുടെ പിന്നിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം കാണുന്ന മനസ്സോടും ചിന്തയോടും ആയിരിക്കുകയല്ല,
നമ്മൾ കാണുന്നത് നമ്മുടെ കൊച്ചു ചിന്തകളോടുകൂടി. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒരു 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 മനുഷ്യന്റെ പ്രാർത്ഥന ഞാൻ ഇന്ന് രാവിലെ എന്റെ ഓർമ്മ വന്നത് എബേസിന്റെ പ്രാർത്ഥന. എബേസിന്റെ സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, എബേസ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പുതിയ നിയമത്തിന്റെ പ്രകാശത്തിൽ ചിന്തിച്ചാൽ അത് നമുക്കതിന്റെ ആഴം മനസ്സിലാവുകയുള്ളൂ. എബേസ് നമുക്കറിയാം, അവിടെ വായിക്കുന്ന എബേസ് തന്റെ സഹോദരന്മാരെക്കാളും മാന്യനായിരുന്നു. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. എന്നാൽ അവൾ വായിക്കുന്നത് അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ട് അവന് എബേസ് എന്ന് പേരിട്ടു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ്. എന്റെ 10-ാം വാക്യം, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിര് വിസ്താരമാക്കി, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അപ്പം എന്നിട്ട് പറയാണ്, അവൻ അപേക്ഷിച്ചൊക്കെ ദൈവം അവന് നൽകി. അപ്പൊ നമ്മൾ വായിക്കണം, ഈ എബേസ് മാന്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എബേസ് മാന്യനായതല്ല, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എബേസ് മാന്യനായിരുന്നു. അവന്റെ ആ മാന്യത അവന്റെ പ്രാർത്ഥനയിലും കാണാനായിട്ടുണ്ട്. ഏത് അവന്റെ പ്രാർത്ഥനയിൽ അവന്റെ മാന്യത കാണാനായിരുന്നു. അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ, അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചിട്ടാണ് അവൻ എന്ത് എബേസ് എന്ന് പേര്. സൺ ഓഫ് സോറോ, ദുഃഖത്തിന്റെ ഒരു പുത്രനായിരുന്നു. നമുക്കറിയാം, മാനവരാശിയുടെ പാപത്തെ ചുമന്ന നമ്മുടെ കർത്താവ് ഒരു ദുഃഖപുത്രനായിരുന്നു. സത്യം, നമ്മുടെ മുഴുവനും പാപത്തെ തന്റെ മേൽ ചുമന്നത് കൊണ്ടാണ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അവയാചനയും കഴിക്കേണ്ടി വന്നത്. താൻ പുത്രനായതുകൊണ്ടല്ല, അവന്റെ ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നായിരുന്നു. അത്രമാത്രം ഒരു ഈ എബേസിനെ സംബന്ധിച്ചിടത്തോളം നോക്കണം, ഈ എബേസിന്റെ അമ്മയെ കുറിച്ച് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതാ നമ്മളൊക്കെ സാധാരണ ചെയ്തു വെക്കും. എന്റെ തന്നെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എബേസിന്റെ അമ്മ അവന് വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, അവന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വ്യസനത്തോടെ പ്രസവിച്ചത് കൊണ്ട് അവന് വ്യസനം എന്ന് പേരിടേണ്ട വല്ല കാര്യം അമ്മയ്ക്ക്? ഇനി നമ്മൾ അവരോട് ചോദിക്കുക, സഹോദരി എന്തിനാ അങ്ങനെ ഒരു പേരിട്ടത് എന്ന് അവരോട് ചോദിച്ചാൽ അവര് പറയും, എന്റെ ഹൃദയം വ്യസനം കൊണ്ട് നിറഞ്ഞിരിക്കും, പിന്നെ ഞാൻ എങ്ങനെ സന്തോഷം പറയും എന്നല്ലേ അവര് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഓർക്കണം, നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അത് ഉളവാക്കാൻ പോകുന്ന വേദന എന്ന് പറയുന്നത്, ആ അമ്മ ഒരു ദിവസമേ വേദനിച്ചുള്ളൂ, പക്ഷെ ആ കുഞ്ഞ് ജീവിതം മുഴുവൻ വേദനിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു നിമിഷത്തെ വേദനയ്ക്ക് നമ്മൾ ചിലപ്പോൾ പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതകാലം മുഴുവനുള്ളൊരു വേദന. പക്ഷെ ദൈവത്തിന്റെ കരുണയാണ് ആ കുഞ്ഞ് ആ വേദന എന്ന പേരിട്ടുകൊണ്ട് നടക്കുമ്പോഴും അവന്റെ മാന്യതയ്ക്ക് ഒരു കുറവും വന്നില്ല എന്നുള്ളതാണ് അവന്റെ വലിയൊരു പ്രത്യേകത. അതുകൊണ്ടാണ് അവന്റെ ആ കാര്യം അവിടെ എഴുതി വെച്ചത്. അവന്റെ മാന്യത അറിയുന്ന അവന്റെ പ്രാർത്ഥനയിലാണ്. അവര് പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇന്ന് രാത്രി നമുക്ക് ചിന്തകൾ നമ്മളെ ശക്തീകരിക്കണം. അവിടെ വായിക്കുന്നത്, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചു. അപ്പം തനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ അമ്മ എനിക്കിട്ട പേര് അവിടെ ഇരിക്കെ തന്നെ, ഐ നീഡ് ഗോഡ്സ് ബ്ലെസ്സിങ്. എനിക്ക് ആവശ്യം ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം. എന്റെ അമ്മ പറയുന്നത് പോലെ പറയുന്ന ഒരാളല്ല ഇസ്രായേലിന്റെ ദൈവം. എന്റെ ഇസ്രായേലിന്റെ ദൈവം അവൻ അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അത് നമുക്കിതൊക്കെ നമ്മൾ മനസ്സിലാക്കും. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിനൊന്ന് ചിന്തിച്ചാൽ ഭയങ്കര പ്രകാശനം നൽകുന്ന ചിന്തകളാണ് അവിടെ വായിക്കുന്നത്. ഇസ്രായേൽ നീ എന്നെ അനുഗ്രഹിച്ച്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ അതിര് വിസ്താരമാക്കി. ഈ അറിയാതെ എനിക്ക് തോന്നി ഈ അമ്മ ഈ പേരിട്ടപ്പം അമ്മ ഒരു അതിരിട്ടാ ഇട്ടേക്കുന്നത്. അമ്മ അറിയാതെ ഇട്ടതാ, അമ്മയോ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല, പാവം അവരുടെ വേദനയ്ക്ക് പറഞ്ഞതാ. പക്ഷേ അവരൊരു അതിരിട്ടു. നാട്ടുകാരെല്ലാം അതിരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാന്നറിയാവോ? വേദന പോകുന്നു അതുവഴി. ഇവന്റെ ജീവിതം ഒരു വേദനയുള്ള ജീവിതമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ പലര് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും തികട്ടിക്കൊണ്ടിരിക്കാറില്ലേ? അതും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാറില്ലേ? ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വന്നാൽ ആ പറഞ്ഞത്
എൻ്റെ കർത്താവെ അദ്ദേഹത്തോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നാൽ ഞാൻ ക്ഷമിച്ചിട്ടില്ല, കർത്താവ് അങ്ങ് ക്ഷമിച്ചേക്കാനാ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താന്ന് വെച്ചാൽ അതിപ്പോഴും തികട്ടിക്കൊണ്ട് വരിക, അത് തികട്ടിക്കൊണ്ട് വരുന്നതിനാ പറഞ്ഞ കർത്താവെ ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം നമുക്കിങ്ങനെ ചിന്തകൾ ഇങ്ങനെ വരികയല്ല. നമുക്കിതെല്ലാം ഇങ്ങനെ വന്നിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന സത്യത്തിൽ പറഞ്ഞ കേട്ടാ കർത്താവ് കരയണോ ചിരിക്കണോ എന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം നമ്മുടെ മനസ്സിനകത്തെ പല പ്രശ്നങ്ങൾ ഞാൻ ആലോചിക്കുക. എന്നാലും ദൈവത്തിന് ഇത് പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ പോലെ വികാരം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് സ്തോത്രം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അത് കാണുമ്പം ദൈവത്തിന് നമ്മളോടുണ്ടായിരുന്ന മനസ്സലിവും സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാരണം ഇതൊന്നും കേട്ടിട്ട് ഞാനായിരുന്നെങ്കിൽ പ്രതികരിക്കുമായിരുന്നു. എന്റെ ദൈവം അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടില്ല നമ്മളോടൊന്നും. നമ്മുടെയോട് ദൈവം തന്റെ കരുണയിലും ദീർഘക്ഷമയിലും ദൈവം തന്റെ നിത്യജീവന്റെ പ്രകാശത്തിലും ദൈവം നമ്മളോട് പ്രതികരിക്കുന്നത് ഓർത്താൽ ദൈവത്തിന് എത്ര സ്തുതിച്ചാൽ അത് നമുക്ക് മതി വരും. ദൈവം അവിടെ ഇരിക്കുന്നത് അവൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ചിന്തിച്ചത് അതാണ്. അവിടെ വായിക്കുന്നത് നമുക്കറിയാം, നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ എൻ്റെ അതിരൊന്ന് വിസ്താരമാക്കി. കർത്താവേ, യുവർ ബ്ലെസ്സിങ് കോസസ് മൈ ബൗണ്ടറീസ് ടു ബി എൻലാർജ്ഡ്. എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഇടുക്കാനായിട്ട്, എൻ്റെ ചിന്തകളെ ഭൗമികമാക്കാനായിട്ട്, എൻ്റെ ചിന്തകളെ ഒരു വേദനയുടെ ചിന്തയിലാക്കി എന്നെ അവിടെ കൊണ്ട് നിർത്താനായിട്ട്, എൻ്റെ പഴയ ചിന്തകൾ, ഭൗമിക ചിന്തകൾ, ലൗകിക ചിന്തകളിൽ എന്നെ കുരുക്കി അവിടെ നിർത്താനായിട്ട് ഉള്ള ആ പൈശാചികമായിരിക്കുന്ന മേഖലകളെല്ലാം തകർന്നു പോകട്ടെ എന്നാണ് അതിന്റെ ഒരു അർത്ഥത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത്. അങ്ങയുടെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഭൂമിയിലുള്ള ചിന്തയല്ല, ഉയരത്തിലുള്ള ചിന്തകളാൽ എൻ്റെ ചിന്തകൾ നിറയട്ടെ. ഈ ഭൗമിക ചിന്തയുടെ ആ അതിര് വെച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം തകർന്നു പോകട്ടെ. അതെല്ലാം ഒന്ന് എൻലാർജ് ചെയ്യട്ടെ. അവിടെ കൊണ്ട് അതിന്റെ ബൗണ്ടറി വെച്ച് അതിനവിടെ നിർത്തുന്നതിന് പകരം എൻ്റെ ചിന്തകളൊന്നും വിശാലമായി നിത്യജീവന്റെ വഴികളിൽ, അനുഗ്രഹത്തിന്റെ ചിന്തകളിൽ, കർത്താവേ നിത്യതയുടെ പ്രകാശനത്തിൽ, കർത്താവേ ഉന്നതമായ ദൈവ വഴികളിൽ എൻ്റെ ചിന്തകളായി തീരട്ടെ എന്നാ പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾ എവിടം വരെ എത്തും? US വരെ, UK വരെ എത്തും. അതൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ബൗണ്ടറി. നമുക്ക് വേണ്ടുന്ന ബൗണ്ടറി ബൗണ്ടറി നിത്യജീവനോടുള്ള ബന്ധത്തിൽ. അവിടെ വായിക്കുന്നത് ഒന്ന് അതിരുകളൊന്ന് വിശാലമാക്കി. കാരണം വിസ്താരമാക്കി, നിന്റെ കൈ എന്നോടുകൂടി ഇരുന്ന അനർത്ഥം എനിക്ക് വ്യസനകാരണം. അപ്പൊ അനർത്ഥം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ അല്ലേ? ഞാൻ ആലോചിക്കുക, ചിലപ്പോ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് നിങ്ങളെ പോലെ ഒന്നും അല്ല, ഇച്ചിരി മണ്ടത്തരം കാണിക്കുന്നതിൽ ഇച്ചിരി മുന്നിലുള്ള. അപ്പൊ ചിലപ്പോ നമ്മൾ കാണിക്കുന്നതല്ല പല മണ്ടത്തരങ്ങൾ കാണിച്ചു. അപ്പൊ ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചാൽ പിന്നെ നമുക്ക് കൂട്ടിനെ ദൈവം എന്തായാലും വിളിച്ചിറക്കിയത് കൊണ്ട്, ദൈവം കൂടിയിരിക്കുന്നതുകൊണ്ട്, ദൈവം നമ്മളെ അവിടെയുള്ള കരുണയും ദയയും കൊണ്ട്, ഈ സൃഷ്ടാവായ ദൈവത്തിന് നമ്മുടെ ഫ്രാലിറ്റി അറിയാവുന്നത് കൊണ്ട് പലപ്പോഴും ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ, നമ്മൾ ഒരു അനർത്ഥമൊന്നും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അനർത്ഥം നമ്മുടെ പുറകെ അന്വേഷിച്ച് വന്നേക്കും. അങ്ങനെ വരുമ്പോ ഈ അനർത്ഥം വരുന്നതല്ല കുഴപ്പം, അനർത്ഥം വ്യസനകാരണമായി തീരുന്നതാണ്. അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം അനർത്ഥത്തെ അതിനെ മാറ്റാൻ കഴിയും. അങ്ങനെയാണ് ഈ അനുഗ്രഹവും ഈ അതിരുകൾ മാറുമ്പോൾ എൻ്റെ ചിന്തകൾ എന്നെ കുരുക്കി എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, കർത്താവേ ഈ 2025 എൻ്റെ അതിരുകൾ ഒന്ന് മാറട്ടെ, എൻ്റെ ചിന്താഗതികൾ ഒന്ന് മാറട്ടെ. കർത്താവ്, എൻ്റെ അകത്ത് കിടക്കുന്ന ചില ചിന്തകളുണ്ട്, എന്നെ ഇപ്പോഴും ഒബ്സ്ട്രക്ട് ചെയ്ത്, എന്നെ തടസ്സം ചെയ്ത്, എനിക്ക് ആ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ, ജീവന്റെ സമൃദ്ധിയിൽ എനിക്ക് മുന്നേറാൻ കഴിയാതെ, വ്യസനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ച് കയ്പ് എൻ്റെ അകത്ത് ജനിപ്പിച്ച് എന്നിൽ എങ്ങനെയൊക്കെയോ എൻ്റെ അതിരുകളെ നിർത്താൻ ശ്രമിക്കുമ്പോൾ, കർത്താവേ ഈ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണമെന്ന് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അതാണ് ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാൻ, എന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്താൽ. കർത്താവ് നമുക്കറിയാം, ഇതേപോലത്തെ ഇവിടെ വായിക്കുന്ന കാക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. നോക്കിയേ, ഇതിന്റെ 17-ാം അധ്യായത്തിനകത്ത്
അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന് അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഈ പ്രശ്നത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരണമെന്നൊന്നും ഞാൻ കർത്താവ് പ്രാർത്ഥിച്ചില്ല. കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, പത്രോസേ, നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഈ പരീക്ഷ ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്, പത്രോസേ, നിന്റെ വിശ്വാസം പോയി പോകും. ഈ പ്രാർത്ഥന നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രശ്നം ഉണ്ടാകരുത്, നമ്മളിനി പ്രശ്നം ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാകാനുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മെ അതിന്റെ മധ്യത്തിൽ നമ്മളെ സൂക്ഷിക്കുന്ന, കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതെങ്ങനെ ദൈവം കാക്കുന്നത്? ദൈവം കാക്കുന്നത് ദൈവത്തിന് വേണ്ടി നിലനിർത്തിയ നമ്മളെ കാക്കും. അതാണ് നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുന്നത്. നിത്യജീവന്റെ ആസ്പെക്ട് ചിന്തിക്കുമ്പോൾ ഇതേ വീഴ്ച തന്നെ ഒരു പക്ഷേ ദൈവം അത് അനേകരുടെ വിജയത്തിന് ഒരു കാരണമാക്കി മാറ്റാൻ. നമുക്കറിയാമല്ലോ, ഈ പത്രോസിന്റെ ഈ വീഴ്ചയും തുടർന്ന് തന്റെ നിലവിളിയും കരച്ചിലുമാണ് നമുക്ക് ഭയങ്കര ധൈര്യം തരുന്നത്. കാരണം കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരുത്തനെ പോയി കർത്താവിലേക്ക് തിരിഞ്ഞപ്പം കർത്താവ് കൈക്കൊണ്ടെങ്കിൽ, എന്റെ ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ കൈക്കൊള്ളുമെന്ന് എനിക്ക് മനസ്സിലാകാൻ. അത് മാത്രമല്ല, പത്രോസിന്റെ വിശ്വാസം ഈ സാഹചര്യത്തിൽ പോയില്ല എന്നുള്ളതാണ്. തള്ളിപ്പറഞ്ഞെന്നുള്ളത് ശരിയാ, പക്ഷേ പത്രോസിനെ ആ കർത്താവിന്റെ നോട്ടം വന്നപ്പോൾ അവൻ കൈപ്പോടെ അവൻ കരഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ മനസ്സാന്തരപ്പെടാൻ. നമ്മുടെ വിശ്വാസം കൂടെ പോയാലും നമ്മുടെ കൈമുതൽ എന്ന് പറയുന്നത് വിശ്വാസവും അതിന് നമ്മെ ഇൻസ്പയർ ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹവും. നമ്മളെ പലപ്പോഴും നമ്മുടെ പല വിശ്വാസവും അതൊരു മൗണ്ടെയിൻ, എന്താ പറഞ്ഞ, മലയെ മാറ്റുന്ന സ്നേഹമാണെങ്കിലും നാം ആ സ്നേഹം പലതും മലയെ മാറ്റുന്ന വിശ്വാസമാണെങ്കിലും പല വിശ്വാസത്തിനകത്ത് സ്നേഹമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വലിയ അത്ഭുത പ്രവൃത്തികൾ ജീവിതത്തിൽ കണ്ടിട്ടും പ്രാർത്ഥിച്ച് നേടിയിട്ടും ജീവിതത്തിൽ സന്തോഷം ഇല്ലാതെ വരുന്നതിന് കാരണം, സംതൃപ്തി ഇല്ലാത്തതിന് കാരണം അത് സ്നേഹത്തിന് അധിഷ്ഠിതമായ വിശ്വാസമല്ല. നമുക്കറിയാം, ഈ സ്നേഹത്തിന്റെ അധിഷ്ഠിതമായ കർത്താവ് അതാ പറയുന്നത്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ അവർ പെട്ടുപോകാതെ കാത്തുകൊള്ളണമെന്നവർ. അവരുടെ മനസ്സിനകത്ത് കയ്പോ വിദ്വേഷമോ അതുപോലെ തന്നെ ദുർമോഹങ്ങളോ ഒന്നും വന്ന് അവർ നശിച്ചു പോകാതെ വണ്ണം കാത്തുകൊള്ളണമേ. കാരണം അവരെ നീ തന്നിരിക്കുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. അവരെ തന്നിരിക്കുന്നത് ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അവരെ തന്നിരിക്കുന്നത് നമ്മെ പോലെ അവരും ഒന്നായിത്തീരേണ്ടതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചർച്ച എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ കല്യാണം നടക്കാനും നമ്മുടെ ശവമൊക്കെ നടക്കാനും ഒക്കെ നടക്കുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമല്ലോ. ബ്രദറെ, ഏത് ചർച്ചിലാ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ചിന്ത മാറി. എ ഗ്രേറ്റ് ഫാമിലി, എ ഹോൾ ഫാമിലി, അത് നിത്യതയോടുള്ള ബന്ധത്തിൽ പണിയപ്പെടുന്ന, രൂപപ്പെടുന്ന, ചേർക്കപ്പെടുന്ന ഒരു വലിയ കുടുംബത്തിന്റെ പദ്ധതി. അതും എങ്ങനെ? ദൈവസ്വഭാവത്താൽ നിറയപ്പെട്ടൊരു കുടുംബം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ, അല്ലെ? നമുക്ക് പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞതിന് കാരണം എന്താ? ഭാര്യയും ഭർത്താവും കൂടെ ഒന്നായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും ഒന്നായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നായിരിക്കുന്നു എവിടെയാ? അവർ ഇനി ഒന്നല്ല, അവരിനി രണ്ടല്ല, ഒന്നത്രയെന്ന് പറഞ്ഞാൽ ആകേണ്ടത് ഉള്ളിലാണെങ്കിലും ആയിരിക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ശരീരത്തിലേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ വീട്ടിൽ വഴക്കുണ്ടാകുന്നത്. രണ്ടുപേരും കൂടെ ഒരേപോലെ ചിന്തിക്കാൻ തുടങ്ങിയിരുന്ന എവിടെ വഴക്കുണ്ടാകും? അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പിതാവ് ഒന്നായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിലും ചിന്തയിലും എല്ലാ രീതിയിലും പിതാവും പുത്രനും ഒന്നായിരിക്കുന്നതും. ഭാര്യ ഭർത്താവിന്റെ കാര്യം മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓൾ കമ്മ്യൂണിറ്റി ദ ചേർച്ച്.
പിതാവ് ചിന്തിക്കുന്ന പോലെ തന്നെ പുത്രൻ ചിന്തിക്കുന്നു. പിതാവിന് പറയാനുള്ളതല്ലാതെ പുത്രന് വേറെ ഒന്നും അനുസരിക്കാനില്ല. പിതാവ് കേട്ടിട്ടല്ലാതെ പുത്രനൊന്നും ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ അങ്ങനെ വളരുന്നുണ്ട്. നമ്മൾ എത്ര മാത്രം ദൂരെയാണ്. വി വർക്ക് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോട്ട് ആസ് ബോഡി. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, നമ്മളൊരു ശരീരമാണ്. നമ്മളൊരു നമ്മൾ വേർപിരിക്കാൻ കഴിയാത്ത ചിന്തയിൽ നിന്ന് ചിന്തയിൽ വിശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടായ്മ. അതും ഒരു തൽക്കാലത്തേക്കുള്ള ഒരു മരണം വരെ വെച്ചേക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റിനുള്ള ജീവിതമല്ല ഇത്. ഇതൊരു നിത്യജീവനോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് അനന്തമായിരിക്കുന്ന കാലങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം മുൻനിയമിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ബോഡിയാണ് സഭ എന്നുള്ളത് നമ്മൾ മറന്നു. അപ്പൊ ഈ എബേസിന്റെ പ്രാർത്ഥനയുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ എബേസ് പറയാം, എന്റെ ഈ ചിന്തയൊക്കെ ഒന്ന് മാറണേ കർത്താവേ, അങ്ങ് ചിന്തിക്കുന്ന പോലെ ഒന്ന് ചിന്തിക്കാൻ ഇടവരുത്തണേ എന്നാ പറഞ്ഞിട്ടാണ്. ഈ ഭൗമികമായിട്ടുള്ള രീതിക്കകത്ത് ഞാൻ ചിന്തിച്ച് ഞാൻ സമൂഹത്തിൽ മാന്യനാണെങ്കിലും കർത്താവെ, ഈ അമ്മ ഇട്ട ആ പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും മതിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിനകത്ത് ആ ചിന്തകൾ എന്നെ ഭരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് പറയത്തില്ല, ആൾക്കാർ നമ്മളോട് പറഞ്ഞത്, നമ്മളോട് ചെയ്തത്, നീ ഒരു നാളും ഗുണം പിടിക്കുകയല്ലടാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സീരിയസ് ആയിട്ട് ആ വാക്കിനെ എടുത്തേക്കുന്നത് അറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി അവരാണോ തീരുമാനിക്കുന്നത്? ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ അതെങ്ങനെ തീരുമാനിക്കണം? ദൈവം എന്ത് തീരുമാനിച്ചു എന്നെ കുറിച്ചെന്നുള്ളത് അറിഞ്ഞ് അതിനൊത്തവണ്ണം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ഡെസ്റ്റിനി കറക്റ്റാണ്. നമ്മുടെ ഡെസ്റ്റിനി ഇവിടെ അദ്ദേഹം പറയുകയാണ്, അതിനൊന്ന് എൻലാർജ് ചെയ്യണം, അതിനൊന്ന് ചിന്താഗതികളൊന്ന് മാറ്റണം. ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് അപ്പൊ ഈ വന്ന ഭാഗത്തിലേക്ക് വരാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കൈ എന്നോട് അനർത്ഥം വ്യസനമായി തീരാതെ കാക്കുകയും ചെയ്ത കൊള്ളായിരുന്നു. കർത്താവേ, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് യുവർ ബ്ലെസ്സിങ്. നീ എന്നെ അനുഗ്രഹിച്ചു തുടങ്ങിയ. നമുക്കറിയാവല്ലോ, എബേസിന്റെ ആ വ്യസനപുത്രൻ എന്നുള്ള ചിന്തയിൽ നിന്ന് എബേസ് പ്രാർത്ഥിച്ചതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ പറയാം: എൻ്റെ മനസ്സിനകത്ത് ഈ വ്യസനത്തിൽ എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല. ലോർഡ്, ലെറ്റ് മൈ തോട്ട്സ് ബിക്കം ഹെവൻലി. ഒരു സ്വർഗീയമായ ചിന്തകളിൽ ഞാൻ ചിന്തിക്കട്ടെ. സ്വർഗീയ ചിന്തകളിൽ ഞാൻ സ്വർഗം എങ്ങനെയാ കാര്യത്തെ കാണുന്നത് അതുപോലെ ഞാൻ ചിന്തിക്കും. ഒരു പഴയ നിയമത്തിനകത്തായി ഈ ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എത്ര എൻലാർജ്ഡ് പ്രയർ ആയിരിക്കും. അദ്ദേഹത്തിന് ഈ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചു എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നാൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൽ നിത്യജീവന്റെ അവകാശികളായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എത്ര ഉന്നതമായ ഉയർന്ന പ്രാർത്ഥനയായിരിക്കും. നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് നിർത്താം. നമുക്കത് തിരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 16-ാം വാക്യവും 17-ാം വാക്യവും വായിക്കും. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. കർത്താവ് ഒന്ന് പറഞ്ഞത് അവരെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സും കൊണ്ട് അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കർത്താവ് അവിടെ പറഞ്ഞു ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞു, അല്ലെ? ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അപ്പൊ ആദ്യം ഫിക്സ് ചെയ്തു അവരാരാണെന്നുള്ളതാ കർത്താവ് ഫിക്സ് ചെയ്തു. നമ്മളെ കുറിച്ച് നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. എന്റെ കർത്താവ് ലൗകികനുമല്ല, ഞാനും എന്തല്ല ലൗകികനല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അത് ചിന്തിക്കുമ്പോഴാണ് അടുത്ത പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥന അപേക്ഷിക്കുന്നതിന്റെ അർത്ഥവ്യാപ്തി വരും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ലൗകികനല്ലാത്ത പോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ
അവർ ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ആവശ്യം ഒരു വിശുദ്ധീകരണമാണ്, ഒരു സെപ്പറേഷനാണ്. ഞാൻ അവരെ ഓൾറെഡി അവർ സെപ്പറേറ്റഡ് ആണ്. അവർ ഈ ലോകത്തിൽ നിന്ന് കർത്താവെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ചു. അവരെ ദുഷ്ടൻ കാണാതെ വണ്ണം ദുഷ്ടൻ അവരെ നശിപ്പിക്കാതെ വണ്ണം അവരെ നീ അവിടുന്ന് സൂക്ഷിക്കണം. അവരെ ലോകത്തിൽ നിന്ന് എടുത്തു കളയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവിടുന്ന് സൂക്ഷിച്ചാൽ. എന്നിട്ട് പറയുകയാണ് കർത്താവെ അവര് ലൗകികന്മാരല്ല, ഞാനും കർത്താവെ ലൗകികന്. എന്നാൽ അവര് ഈ ലൗകക്കാരല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിൽ അവർ താമസിക്കുമ്പോൾ അവരൊരു വിശുദ്ധീകരണം അവർക്ക് ആവശ്യം. ദൈവം നമ്മളെ നീതീകരിച്ച് നമ്മളെ അങ്ങ് വിടാനായിട്ടല്ല, നമ്മളെ നീതീകരിച്ച ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഇമ്മൻസ് ആയിട്ടുള്ള ആവശ്യം, നമ്മളെ ദൈവം എന്തിനാണ് നീതീകരിച്ചത്? ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ജീവിക്കാനായിട്ട്. റോമർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. അതിന്റെ നമുക്കൊന്ന് വായിക്കാം. സോറി, എനിക്ക് വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. നമുക്കൊന്ന് റോമർക്ക് എഴുതിയ ലേഖനം അതിലെ 6-ാം അധ്യായം 19-ാം വാക്യവും 22-ാം വാക്യവും വായിക്കും. 22-23. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. ഒരു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പേൻ. നീതീകരിക്കപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നീതിക്ക് അടിമകളായി സമർപ്പിക്കുക. അപ്പൊ നമ്മൾ നീതീകരിച്ചു. അപ്പൊ നമ്മൾ ആരാ? നീതിയുടെ അടിമയാണ്. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന നീതിയുടെ പ്രവൃത്തികളാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്. അതിന്റെ 22-ാം വാക്യം വായിച്ചു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങൾ ആരായി? ദൈവത്തിന് ദാസന്മാരായി. നമ്മൾ സാധാരണ പാസ്റ്റർമാരൊക്കെ ദൈവദാസന്മാരാന്ന് പറയാറ്. ദൈവദാസൻ എന്ന് നമ്മൾ പറയാം. അതോ ദൈവമക്കളെല്ലാവരും ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാരാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യജമാനന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ഇത്രയുള്ള അതിനകത്ത് അർത്ഥം. അതിന്റെ ലാറ്റിൻ വേർഡ് കേട്ട ഭയങ്കരം. ദാസൻ എന്ന് പറഞ്ഞാൽ -0 എന്നാണ് ലാറ്റിന്റെ. അതായത് 0-യിലും താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമ എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തേക്കുന്നത്. സ്വാതന്ത്ര്യമില്ല. എന്തിനുള്ള സ്വാതന്ത്ര്യമില്ല? സ്വന്തം വഴിയിൽ നടക്കാനോ സ്വയമായി ചിന്തിച്ചു കൂട്ടാനോ സ്വാതന്ത്ര്യമില്ല. ഇനി യജമാനന്റെ ചിന്തകൾ, യജമാനന്റെ വഴികൾക്കും വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവർ. അങ്ങനെ സമർപ്പിക്കപ്പെട്ടു. അതവിടെ വായിക്കുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം അടക്കപ്പുരുത്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നോക്കിയേ, ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും. അതിന്റെ ഫലം എന്താണ്? വിശുദ്ധീകരണം. അതിന്റെ ഫലം വിശുദ്ധീകരണവും സെപ്പറേഷൻ, വിശുദ്ധീകരണവും അല്ലെങ്കിൽ സാന്റിഫിക്കേഷൻ. സെയിന്റ് ആകുക, സാന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. തുടർമാന വിശുദ്ധീകരണവും അതിന്റെ അന്തം, അതിന്റെ അവസാനം എന്താ? നിത്യ. അത് നോക്കി യേശു കർത്താവ് അത് വെച്ചാ ഈ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കണ്ടത് രക്ഷയോടുള്ള ബന്ധത്തിൽ, നിത്യജീവനോടുള്ള ബന്ധത്തിൽ കർത്താവ് മുന്നിൽ കണ്ടോണ്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനം സത്യമാണ്. സത്യമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നതല്ല, ദൈവം എന്നിൽ കൂടെ പറയുന്നത്. ഞാൻ എപ്പോഴും എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം, ദൈവം സത്യവാൻ സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരെന്നെ വരൂ എന്ന് 3-ാം അധ്യായത്തിനകത്ത് എഴുതിയേക്കുന്നു.
കാരണം ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റമില്ല. അത് എറ്റേണൽ ഗോഡ്സ് വേർഡ്. അത് ആ വചനത്താൽ ഒന്ന് വിശുദ്ധീകരിക്കണം. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി നോക്കി ക്രൂശിൽ കർത്താവ് പരമയാഗമായി തീരാൻ പോകുമ്പോഴും കർത്താവിന്റെ പ്രാർത്ഥന ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രാർത്ഥന. കർത്താവിന്റെ പ്രാർത്ഥന നിത്യജീവന്റെ ലക്ഷ്യത്തോടുകൂടി. കർത്താവിന്റെ പ്രാർത്ഥന ഉയരത്തിലെ ചിന്തകളാൽ നിറയപ്പെട്ടത്. ഇന്ന് നിങ്ങൾ അവിടെ രാത്രി ഇരിക്കുമ്പോൾ ഉയരത്തിലെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയെ മാത്രമല്ല, ഉയരത്തിലെ ചിന്തകൾ അതേ ഈ ഇംഗ്ലണ്ടിൽ, ഇന്ത്യയിൽ, അതേ ഭൂമിയുടെ വിവിധ കോണ്ടിനെന്റുകളിൽ അത് നടപ്പിലാകത്തക്കവണ്ണം ദൈവം ഉയരത്തിലെ ചിന്തകളാൽ നിങ്ങളെ നിറയ്ക്കുകയും അനേകരുടെ ചിന്തകൾക്ക് രൂപാന്തരം ഉണ്ടാക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും വേണം. അത് നടക്കും. നമ്മുടെ പ്രശ്നം നമ്മുടെ അകത്ത് ഉള്ള ആ ചിന്തയൊന്ന് മാറിയ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വിശാലത ദൈവം വരുത്താൻ പോകുക. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മളിപ്പോ നമുക്കുള്ള ഏറ്റവും വലിയൊരു സങ്കടം ഈ വരുന്ന തലമുറ ഓർത്തിട്ട്. എന്താ തലമുറ ഓർത്തിട്ടുള്ള പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ പല കാര്യത്തിൽ കൈകാലിട്ട് അടിക്കുമ്പോഴാണ് ഈ പിള്ളേർക്ക് മൊബൈലും അതും ഇതും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അവരുടെ ചിന്തകൾ ഭയങ്കര വ്യത്യാസം. നമുക്ക് ഒരിക്കലും പിടുത്തം കിട്ടുന്നത്, എന്റെ ദൈവം ഇതെന്താ ഈ കുഞ്ഞിങ്ങനെ ചിന്തിക്കുന്നത്, ഈ കുഞ്ഞ് നന്നാവുമോ, സ്വർഗത്തിൽ പോവുമോ? നമ്മുടെ ചില മിടുക്കരി ചിന്താ പിള്ളേർ അങ്ങനെയല്ല കേട്ടോ. മിടുക്കരി പിള്ളേരെ കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ പിള്ളേർ മിടുക്കരാണെങ്കിൽ ചില അപകടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവർക്കറിയാം നമ്മുടെ ടോൺ അനുസരിച്ച് സംസാരിക്കാം. നമ്മുടെ വൈബ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സംസാരിക്കും. അയ്യോ, നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അവരൊക്കെ അന്യഭാഷയൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടുന്ന കാണുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ സന്തോഷം. എന്റെ ദൈവമേ സൂക്ഷിച്ചോണേ. വെറുതെ ഉടായ്പ കാണിക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെയുണ്ട്. അത് അവർക്ക് നമ്മുടെ വൈബ് അറിയാം. എനിക്കറിയാവുന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ സഭായത്തിന് വരുമ്പോൾ അവൻ സാക്ഷ്യം പറഞ്ഞിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മ വിളിച്ച് എന്നോട് ചോദിക്കും, ബ്രദറെ അവൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. അമ്മയ്ക്ക് ആ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നു. 2 കാര്യം എന്നോട് ചോദിക്കും, ബ്രദറെ അവൻ വന്നായിരുന്നു, 2 അവൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ 2 ചോദ്യം ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ട് അവൻ നല്ല കിട്ടില്ല സാക്ഷ്യം പറഞ്ഞിട്ട് അവൻ. പക്ഷേ അവൻ അങ്ങനെയല്ല. ഒരിക്കൽ രസകരമായ സംഭവം ആ ചെറുക്കനെ കൊണ്ടുണ്ടായിട്ടുണ്ട്. അവനൊരു ദിവസം നമുക്കറിയാമല്ലോ, ചിലരുടെ ശുശ്രൂഷയിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ വീഴുന്ന കണ്ടിട്ടുണ്ട്, സ്ലേയിങ് മിനിസ്ട്രി. അപ്പൊ അവരങ്ങനെ ഒരു സ്ലേയിങ് മിനിസ്ട്രിയുടെ അനുഭവം ഒരിക്കലുണ്ട്. അവരെനിക്കൊരു മീറ്റിങ്ങിന് നടന്നപ്പോഴത്തേക്ക് ഒരു സായിപ്പായിരുന്നു. അപ്പൊ സായിപ്പ് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ ഇവൻ ആദ്യം ചെന്നു. സായിപ്പ് അങ്ങോട്ട് തലേ കൈവെക്കും, ഇവൻ താഴോട്ട് പോകും. സായിപ്പിന് ഭയങ്കര എക്സൈറ്റ്മെന്റ്. പുള്ളിയുടെ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് ഒരാൾ കൈവച്ചപ്പം താഴെ വീഴും. പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവസാനം അവൻ എന്നോട് വന്നിച്ചു, ബ്രദറെ അതെ, ഞാൻ വിചാരിച്ചത് കൈവെക്കുമ്പോ വീഴണമെന്ന് വിചാരിച്ച ഞാൻ അങ്ങ് വീണതാ. സത്യത്തിൽ പറഞ്ഞു ഞാൻ മുമ്പൊരിക്കൽ മീറ്റിങ്ങിന് വീണത് കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് വീണ് കൊടുത്തതാ. സായിപ്പന് ഭയങ്കര സന്തോഷമായിരുന്നത്. ഞാൻ പറഞ്ഞതിന് കാരണം നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ പിള്ളേർക്ക് നന്നായിട്ട്. ഇതൊക്കെ പഴയ മോഡല് ഒരു ചെറുക്കനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒരു 10-20 വർഷം മുമ്പ് പഴക്കത്തെ മോഡൽ. ഇപ്പോഴത്തെ മോഡലൊക്കെ ഏത് മോഡലാന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. They will deceive us very nicely. നമ്മുടെ പിള്ളേർക്ക് ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, ഇതിനും അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായെന്ന് വരും. ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. വേദപുസ്തകത്തിലെ ജ്ഞാനം എന്താണ്? അവരെ തന്നെ ഡിസീവ് ചെയ്യാൻ നമുക്ക് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ പിതാവായ യാക്കോബിനെ എടുത്തു നോക്കി, ദൈവത്തോട് പറഞ്ഞതാണ്, നീ എന്നെ അനുഗ്രഹിച്ച് മടക്കി വരുത്തിയാൽ ഞാൻ എല്ലാത്തിന്റെയും 10-1 തന്നേക്കാവുന്നു. ബാർഗെയിൻ ചെയ്യുക. അതായത് ദൈവം 100 തന്നാൽ ഞാൻ ദൈവത്തിന് 10 തന്നേക്കാവുന്നു. വി ആർ സോ ഡിസീവേഴ്സ്. നമ്മുടെ ബേസിക് നേച്ചർ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മുടെ ശരിക്കും ഉള്ള പ്രശ്നം എന്താണ്? നമ്മൾ പറയുന്ന ഒരു രോഗമല്ല. നമ്മൾ പറയുന്ന പോലെ പൈസ ഇല്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ പറയുന്ന പോലെ ബുദ്ധി ഇല്ലാത്തതല്ല പ്രശ്നം. നമ്മുടെ ജീവിതത്തിനകത്ത് കഴിവില്ലാത്തതല്ല പ്രശ്നം. ഇതൊക്കെ ഒരു പ്രശ്നമായിരിക്കാം.
ഒരു അല്പകാലത്തേക്കുള്ള പ്രശ്നം, അല്പനേരത്തേക്കുള്ള പ്രശ്നമായിരിക്കാം. പക്ഷെ നിത്യതയോടുള്ള ബന്ധത്തിൽ ഇതൊരു പ്രശ്നമല്ല എന്ന് എനിക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. ഇതൊന്ന് നിത്യതയോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നമല്ല. സഭയിൽ ആള് വരാത്തതല്ല പ്രശ്നം. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചില പല പരിപാടികൾ ഇല്ലാത്തതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം ആത്യന്തികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരമോ പരിവർത്തനമോ വിശുദ്ധീകരണമോ ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ഒരു മുന്നോട്ട് പോകാത്തതാണ്. 2025 ഇനിയും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ അതിക്രമിച്ച് വരുമായിരിക്കാം. എന്നാൽ പ്രശ്നങ്ങളുടെ മുകളിൽ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ നടന്നതുപോലെ നടക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ചിന്തകളാൽ നിറയപ്പെട്ട ചിന്തകളും ദൈവത്തിന്റെ നിത്യമായിരിക്കുന്ന പദ്ധതികൾക്കൊത്തവണ്ണമുള്ള ദൈവിക ചിന്തകളും കൊണ്ട് ദൈവസഭ നിറയട്ടെ. We cannot stop winds and storms, but we can stop it in our heart and walk over it. അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ ഈ ഒരു 2025 ഇനി എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടാകും നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ദുഷ്ടമനുഷ്യരും മായാവികളും മേൽക്കുമേൽ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് വർദ്ധിച്ചു വരുമ്പോൾ ഈ അന്ത്യകാലങ്ങളിൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ഈ ദൈവത്തിന്റെ വചനം പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിൽ നിലനിൽക്കും. യു റിമൈൻ ഇൻ ഗോഡ്സ് വേർഡ്. അതാ കർത്താവ് പറഞ്ഞത്, അങ്ങയുടെ വചനം സത്യമാകുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. ഞാൻ എന്റെ സമയം കഴിഞ്ഞ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവം അത് ദൈവം നമുക്ക് ഈ ഉള്ള ദിവസങ്ങൾ ചെയ്തു. യബ്ബേസിന്റെ ആ മനസ്സിലെ ചിന്തകൾ പോയ ചിന്തകളൊന്നും അറിഞ്ഞാൽ ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു കർത്താവിന്റെ പ്രാർത്ഥനയിലെ ചിന്തകൾ നമ്മളൊന്ന് അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്താ പ്രാർത്ഥന? നമ്മളെ പിശാച് വഞ്ചിക്കുന്നത് വളരെ തന്ത്രപൂർവമാണ്. നമുക്ക് എത്ര വലിയ ജോലി കിട്ടിയാലും, എത്ര പണം വന്നാലും, എത്ര സൗഖ്യത്തോടെ ഇരുന്നാലും നമ്മുടെ ആന്തരികമായിരിക്കുന്ന ചിന്തഗാദികൾ മാറുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കയ്പും വിദ്വേഷവും സംഘർഷങ്ങളും മാറുന്നില്ലെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ ആ ആഴവും വീതിയും നീളവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹം നാം അറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് നമ്മുടെ അതിരുകൾ വിശാലമായെന്ന് പറയാൻ കഴിയത്തില്ല. ഈ 2025 നമ്മുടെ അതിരുകളൊക്കെ ഒന്ന് വിശാലമാകട്ടെ. ആൾക്കാരോടുള്ള നമ്മുടെ സമീപനം ഒന്ന് മാറട്ടെ. നമുക്ക് വലിയ വലിയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോടുള്ള നമ്മുടെ ചിന്താഗതികളൊക്കെ ഒന്ന് മാറട്ടെ. നമ്മൾ കാര്യങ്ങൾ സ്വർഗം കാണുന്ന പോലെ കണ്ട് സ്വർഗത്തിന്റെ ചിന്തകൾക്കൊത്തവണ്ണം ചിന്തിക്കട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ഇന്നും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതാണ്. He prays in light of eternal life. ആ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെ മതിച്ച്, കർത്താവെ എന്നെ അതുപോലെ പ്രാർത്ഥിക്കാനും, അങ്ങയുടെ കരം തിരിയുമ്പോൾ അത് ഗ്രഹിക്കാനും, അങ്ങയുടെ മനസ്സ് അവിടുന്ന് പൊഴിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും തക്കവണ്ണം ഞാൻ എന്നെ താഴ്ത്തുന്നു. എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അങ്ങേക്കറിയാലോ ഞാൻ എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചു. എൻ്റെതായ ചിന്താഗതികളിൽ കൂടെ ഞാൻ പ്രവർത്തിക്കുമ്പോഴെല്ലാം കുഴപ്പമാവും. ഞാൻ വളരെ കാൽക്കുലേറ്റീവ് ആണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും അത് വർക്കൗട്ട് ചെയ്യുന്ന കാൽക്കുലേഷൻസ് അല്ല. എന്നാൽ അങ്ങയുടെ വചനം, അങ്ങയുടെ സത്യം, ദാറ്റ് ഈസ് എറ്റേണൽ, ദാറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ലോർഡ് സാൻറ്റിഫൈ മീ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കും. അവിടുന്ന് അവിടുത്തെ പിതാവ് ഒന്നായിരിക്കുന്ന പോലെ ഞങ്ങളെ ഒന്ന് ഒന്നാക്കണം. ഞങ്ങൾക്കല്ലാതെ വേറെ ആഗ്രഹങ്ങൾ അധികമില്ല. അങ്ങ് എന്ത് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹമായി മാറും. അതിനാൽ ദൈവവരങ്ങൾ നമ്മളെ തന്നെ കൊടുക്കാൻ കർത്താവ് യുവജനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ.